ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 10th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണം എന്ന ചാപ്റ്ററിന്റെ അവസാനത്തെ ഭാഗമാണ്. കഴിഞ്ഞ 3 സെഷൻസ് കണ്ടിട്ടില്ലാത്തവര് അത് കാണുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഐസോമെറിസം എന്ന് പറയുന്ന ഭാഗമാണ്. ഐസോമെറിസം ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്, പ്രത്യേകിച്ചും LPUPയുടെ എക്സാമിന്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 2 സംയുക്തങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. OH വന്നു കഴിഞ്ഞാൽ അത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണെന്നും അത് ആൽക്കഹോൾ ആണെന്നും നിങ്ങൾക്ക് അറിയാം, ശരിയല്ലേ? ഇതിന്റെ പേര് ഒന്ന് എഴുതാൻ വേണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ 1 മെത്തേത്ത് പ്രൊപ്പനോൾ എന്ന് കിട്ടും. ഇവിടെയാണെങ്കിൽ 2 പ്രൊപ്പനോൾ എന്ന് കിട്ടും. ഇത് നമ്മൾ ഇതിന്റെ തന്നെ പേര് കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി പഠിച്ചതാണ്. ഇതിന്റെ തന്മാത്രാവാക്യം ഞാൻ എടുക്കുകയാണെങ്കിൽ, അതായത് ഇതിന്റെ എത്ര കാർബൺ ഉണ്ട് ഇതിനകത്ത്? 1 2 3 കാർബൺ ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 2 5 7 8. പിന്നെ ഇവിടെ ഒരു OH കിടപ്പുണ്ട് അല്ലെ, ഒരു OH അല്ല, അതിനകത്തുള്ള H നമ്മൾ കൂട്ടി ഒരു O ബാക്കി കിടപ്പുണ്ട്. ഇതിന്റെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്ര വരും? ഇതിന്റെ എടുക്കുകയാണെങ്കിൽ 1 2 3 കാർബൺ ഉണ്ട്, C3. H എടുത്താൽ 3 6 7 8 H8. വീണ്ടും ഇവിടെ ഒരു O കിടപ്പുണ്ട്. അപ്പൊ ഇവിടെ ഇതിന്റെ രണ്ടിന്റെയും തന്മാത്രാവാക്യം സെയിം ആണ്, ശരിയല്ലേ? ഇവ രണ്ടിന്റെയും തന്മാത്രാവാക്യം സെയിം ആണ്. പക്ഷെ തന്മാത്രാവാക്യം സെയിം ആണെങ്കിൽ പോലും ഇത് രണ്ടും വ്യത്യസ്ത സംയുക്തങ്ങളാണ്. ഇവരുടെ രാസഭൗതിക സ്വഭാവത്തിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം മാറിയതുകൊണ്ട് ഇവിടെ 1ാമത്തെ കാർബണിലായിരുന്നു ഈ ഒരു OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത്. ഇവിടെ 2ാമത്തെ കാർബണിലാണ് OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത്. ഈ ഒരു വ്യത്യാസം കൊണ്ട് തന്നെ ഇതിന്റെ ഭൗതികവും രാസവുമായിട്ടുള്ള സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ ഇതിന്റെ തന്മാത്രാവാക്യം എന്താണ്? സെയിം ആണ്. ഇങ്ങനെ ഒരേ തന്മാത്രാവാക്യവും വ്യത്യസ്ത ഘടനാവാക്യം, ഇതിന്റെ ഘടന വ്യത്യാസമല്ലേ, വ്യത്യസ്ത ഘടനാവാക്യം അല്ലെങ്കിൽ വ്യത്യസ്ത സ്വഭാവവുമുള്ള സംയുക്തങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഐസോമറുകൾ. ഐസോമർ എന്നാണ് ഇവന്മാർ അറിയപ്പെടുന്നത്. തന്മാത്രാവാക്യം സെയിം ആയിരിക്കും, പക്ഷെ ഇതിന്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അതിന്റെ ഘടനാവാക്യവും വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് നമ്മൾ ഐസോമറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒരേ തന്മാത്രാവാക്യവും വ്യത്യസ്ത ഭൗതിക രാസഗുണങ്ങളോട് കൂടിയതുമായ സംയുക്തങ്ങളാണ് ഐസോമറുകൾ. ഈ പ്രതിഭാസത്തിനെയാണ് നമ്മൾ ഐസോമെറിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ സംയുക്തങ്ങൾ രാസഭൗതിക സ്വഭാവങ്ങളിൽ വ്യത്യസ്തത കാണിക്കുന്നുണ്ട്. അതിന്റെ എന്ത് മാത്രമാണ് സെയിം ആയിട്ട് വരുന്നത്? തന്മാത്രാവാക്യം അല്ലെങ്കിൽ മോളിക്കുലാർ ഫോർമുല മാത്രമാണ് സെയിം ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കൂ, ഇത് രണ്ടും നിങ്ങൾ നോക്കിയേ. ഇതിന്റെ പേരെന്താ? മെത്തേത്ത് പ്രൊപ്പ് ബ്യൂട്ടേൻ അല്ലെ? സിംഗിൾ ബോണ്ട് മാത്രം ആയതുകൊണ്ട് ബ്യൂട്ടേൻ ആണ്. ഇതിന്റെ പേരെന്താണ്? 2ാമത്തെ കാർബണിൽ ബ്രാഞ്ച് വരുന്നുണ്ട്, ശരിയല്ലേ? ഇതിന്റെ പേര് 2 മീഥൈൽ പ്രൊപ്പേൻ എന്നാണ്, ശരിയാണ്? 2 മീഥൈൽ പ്രൊപ്പേൻ. ഇതാണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടേൻ ആണ്. ഇതിന്റെ എണ്ണം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ബ്യൂട്ടേന് നമ്മൾ എടുത്തു. 1 2 3 4 കാർബൺ. എത്ര ഹൈഡ്രജൻ ഉണ്ടാകും? 10 ഹൈഡ്രജൻ ഉണ്ടാകും, ശരിയല്ലേ? 10 ഹൈഡ്രജൻ ഉണ്ടാകും. ഇതിന്റെ നമ്മൾ എടുത്താലും 4 കാർബണും 10 ഹൈഡ്രജനും തന്നെയാണ്. മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ തന്മാത്രാവാക്യം സെയിം ആണ്, പക്ഷെ ഇതിന്റെ സ്വഭാവവും ഇതിന്റെ പേരും ഒക്കെ ഡിഫറന്റ് ആണ്. 2 വ്യത്യസ്ത സംയുക്തങ്ങളാണ് ഇവന്മാര്. ഓക്കെ, ഇനി ഇവരിലുള്ള വ്യത്യാസം എന്താണ്? ഈ 2 പേരെയും വ്യത്യസ്തന്മാരാക്കുന്നത് എന്തിലുള്ള വ്യത്യാസമാണ്? ഇവരുടെ ചെയിനിലുള്ള വ്യത്യാസമല്ലേ? ഇത് കറക്റ്റ് ഇങ്ങനെ നീണ്ടൊരു ചെയിനായിട്ട് കണ്ടു. ഇവിടെ ആണെങ്കിൽ ഒരു ശാഖ അല്ലെങ്കിൽ ബ്രാഞ്ച് വന്നു. ഇതിനകത്തുള്ള ചെയിൻ അല്ലെ, ഇതിനകത്ത് വേറെ ഒന്നും വ്യത്യാസമില്ല. ഇതിന്റെ ആ ഒരു ആറ്റങ്ങളെ അടുക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചെയിനിലാണ് വ്യത്യാസം. ഇങ്ങനെ ചെയിൻ ഘടനയിൽ വ്യത്യാസം ഉള്ളത് കാരണം ഐസോമർ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചെയിൻ ഐസോമറുകൾ എന്ന് വിളിക്കും. ഒരേ തന്മാത്രാവാക്യമുള്ളവയും എന്നാൽ ചെയിൻ ഘടനയിൽ വ്യത്യസ്തത പുലർത്തുന്നവയും ആയ സംയുക്തങ്ങളാണ് ചെയിൻ ഐസോമറുകൾ അല്ലെങ്കിൽ ചെയിൻ ഐസോമേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ഐസോമെറിസം തന്നെ പല ടൈപ്പ് ഐസോമറുകളുണ്ട്. അതില് ചെയിൻ ഐസോമെറിസം ആണ് നമ്മളിപ്പോ കണ്ടത്. ചെയിൻ ഘടനയിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് ചെയിൻ ഘടനയിൽ വ്യത്യാസം വരുന്നു, പക്ഷെ തന്മാത്രാവാക്യം സെയിം ആണ്. അങ്ങനെ വരുന്ന ആൾക്കാരാണ് നമ്മുടെ ചെയിൻ ഐസോമറുകൾ. അപ്പൊ നിങ്ങളടുത്ത് വേണമെങ്കിൽ ചോദിക്കാം, ബ്യൂട്ടേനും 2 മീഥൈൽ പ്രൊപ്പേനും ഏത് തരം ഐസോമറുകളാണെന്ന് ചോദിക്കാം. നല്ല ഡീപ്പായിട്ടൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അങ്ങനെ ചോദിക്കാം. ബ്യൂട്ടേനും 2 മീഥൈൽ പ്രൊപ്പേനും തമ്മിൽ എന്തിലാണ് വ്യത്യാസം, അല്ലെങ്കിൽ അവ ഏത് തരം ഐസോമറുകളാണ് എന്ന് ചോദിച്ചാൽ ചെയിൻ ഐസോമറുകളാണ്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ ബ്യൂട്ടേൻ എഴുതി നോക്കുക, 2 മീഥൈൽ പ്രൊപ്പേനും എഴുതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ ചെയിനിലാണ് വ്യത്യാസം എന്ന് മനസ്സിലാകും. അപ്പൊ അത് ചെയിൻ ഐസോമറുകൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്
ഇത് നോക്കിക്കോ, CH3CH2OH, ഇത് ആൽക്കഹോൾ ആണല്ലോ, ആൽക്കഹോൾ, മെത്ത്, എഥനോൾ അല്ലെ, എഥനോൾ ആണിത്. ഓക്കെ, 1 എഥനോൾ. ഇതെന്താണ്? ഈ O ഗ്രൂപ്പ് വന്നാൽ ആരാണത്? ആൽക്കോക്സി ഗ്രൂപ്പ് അല്ലേ? ഇവിടെയും ഒരു കാർബൺ, ഇവിടെയും ഒരു കാർബൺ. അപ്പൊ ഇവന്റെ പേരെന്തായിരിക്കും? മീഥോക്സി മീഥേൻ. ശരിയാണോ? ഇതൊക്കെ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് കഴിഞ്ഞ സെഷനിൽ ഇതൊക്കെ പഠിച്ചതാണ്. ആ സെഷൻ കാണാത്തവരെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണുക, അപ്പൊ ഇതൊക്കെ മനസ്സിലാവും. മീഥോക്സി മീഥേൻ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ ഇതിൽ 2 ഡിഫറെന്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വന്നു. ഇവിടെയാണെങ്കിൽ OH ഗ്രൂപ്പ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്നു. ഇവിടെയാണെങ്കിൽ ആൽക്കോക്സി ഗ്രൂപ്പ് വന്നു. ശരിയല്ലേ? ഓക്കെ, ഇനി ഇത് ഐസോമേഴ്സ് ആണോ നമുക്ക് നോക്കാം. ഐസോമേഴ്സ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കും? ഇവന്റെ തന്മാത്രാവാക്യം എഴുതി നോക്കുക, മോളിക്കുലാർ ഫോർമുല എഴുതി നോക്കുക. 2 കാർബൺ ഉണ്ട്, 2 കാർബൺ. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 3, 2, 5, 1, 6 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. ഇവിടെയോ 2 കാർബൺ തന്നെയാണ്, ഹൈഡ്രജൻ 3, 3, 6 എണ്ണം, 1 ഓക്സിജൻ. അപ്പൊ ഇവന്മാരുടെ 2 പേരുടെയും തന്മാത്രാവാക്യം സെയിം ആണ്. അപ്പൊ ഇത് ഐസോമറുകളാണ്. എന്തിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഇവ ഐസോമറുകളായി മാറിയത്? എന്തിലുള്ള വ്യത്യാസമാണ് ഇവരെ ഡിഫറെന്റ് ആക്കുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പിലുള്ള വ്യത്യാസം. ഒരെണ്ണം ആൽക്കഹോൾ ആണ്, മറ്റൊന്ന് ആൽക്കോക്സി ഗ്രൂപ്പ്. ഓക്കെ, ഒരെണ്ണം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, മറ്റൊന്ന് ആൽക്കോക്സി ഗ്രൂപ്പ്. ഓക്കെ, സംയുക്തങ്ങളുടെ തന്മാത്രാവാക്യങ്ങൾ ഒന്നു തന്നെയെങ്കിലും അവയിലെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യസ്തമെങ്കിൽ അവ ഫങ്ഷണൽ ഐസോമറുകൾ എന്നറിയപ്പെടുന്നു. ഫങ്ഷണൽ ഐസോമറുകൾ. അപ്പൊ ഐസോമേഴ്സ് എന്താ നിങ്ങൾക്ക് അറിയാം. അതിൽ തന്നെ പല ടൈപ്പ് ഓഫ് ഐസോമറുകൾ ഉണ്ട് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ചെയിൻ ഐസോമേഴ്സ് അല്ലെ? ചെയിൻ ഐസോമറിസം ആണ് പഠിച്ചത്. ചെയിൻ ഘടനയിലുള്ള വ്യത്യാസം കാരണം ഉണ്ടാവുന്ന ഐസോമറുകൾ. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്താ? തന്മാത്രാവാക്യം സെയിം ആണ്, പക്ഷെ അവിടെ എന്താണ് വ്യത്യാസം? ഫങ്ഷണൽ ഗ്രൂപ്പിലാണ് വ്യത്യാസം. അങ്ങനെ ഫങ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യാസം ഉണ്ടായത് കാരണം ഉണ്ടാകുന്ന ഐസോമറുകളാണ് ഫങ്ഷണൽ ഐസോമറുകൾ. ഫങ്ഷണൽ ഐസോമറുകൾ മനസ്സിലായല്ലോ? ഓക്കെ, ഇതിന്റെ പേരുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പേരുകൾ തന്നെയാണ്. ഇങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ആ പേരുകൾ ഓർത്തു വെക്കാൻ, അല്ലെങ്കിൽ ആ പേരുകൾ എങ്ങനെയാണ് എഴുതുന്നതൊക്കെ പഠിക്കാനായിട്ട് സഹായിക്കും. ഇങ്ങനെ പല പ്രാവശ്യം നമ്മൾ പേരുകൾ പറഞ്ഞു നോക്കുമ്പോൾ. ഓക്കെ, അടുത്തത് നമ്മൾ നേരത്തെ തുടക്കത്തിൽ കണ്ട ആ ഒരു 2 കോമ്പൗണ്ട്സ് എഴുതിയിട്ടുണ്ട്. ഇതറിയാം, മെത്ത് പ്രൊപ്പ് 1 പ്രൊപ്പനോൾ ആണിത്. ഇതാണെങ്കിൽ 2 പ്രൊപ്പനോൾ ആണ് അല്ലെ? അല്ലെങ്കിൽ പ്രൊപ്പൻ 1 ഓളും പ്രൊപ്പൻ 2 ഓളുമാണ് ഇത്. ഇവിടെയും ഇതിന്റെ തന്മാത്രാവാക്യവും സെയിം ആണ് രണ്ടുപേരുടെ. 3 കാർബൺ ഉണ്ട്, C3 ആണ്, നമുക്കറിയാം അല്ലെ? 5, 7, 8 O. ഇതും അങ്ങനെ തന്നെ C3H8O. രണ്ടുപേരുടെയും സെയിം ആണ്. അപ്പൊ എന്തിലാ അവിടെ വ്യത്യാസം വന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് നോക്കൂ. ഫങ്ഷണൽ ഗ്രൂപ്പിലുള്ള വ്യത്യാസമാണോ നോക്കൂ? അല്ല, രണ്ടിടത്തും OH തന്നെ, ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ്. പിന്നെ എന്തിലാണ് വ്യത്യാസം? ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 1ാമത്തെ കാർബണിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത്, ഇതിലാണെങ്കിൽ 2ാമത്തെ കാർബണിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത്. അപ്പൊ ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നു, എന്നാൽ ആ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം ഡിഫറന്റ് ആകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഐസോമേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊസിഷൻ ഐസോമറുകൾ. എന്താണ് വിളിക്കുന്നത്? പൊസിഷൻ ഐസോമേഴ്സ് എന്ന് വിളിക്കും. പൊസിഷൻ ഐസോമേഴ്സ്, അതായത് ഒരേ തന്മാത്രാവാക്യവും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പുമുള്ള 2 സംയുക്തങ്ങളിൽ. തന്മാത്രാവാക്യം സെയിം ആയതുകൊണ്ട് ഐസോമർ ആണ്. അതിനകത്തുള്ള ഫങ്ഷണൽ ഗ്രൂപ്പും സെയിം തന്നെയാണ്. ഇവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് തന്നെയാണ് 2 പേർക്കും ഉള്ളത്. ഓക്കെ, ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള 2 സംയുക്തങ്ങളിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം വ്യത്യസ്തമാണെങ്കിൽ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊസിഷൻ ഐസോമറുകൾ. പൊസിഷൻ ഐസോമറുകൾ. ഓക്കെ, പൊസിഷൻ ഐസോമറുകൾ. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഇവിടെ ഒരു എന്ത് തന്നിട്ടുണ്ട്? ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഇത് ക്ലോറോ അല്ലെങ്കിൽ ഹാലോ സംയുക്തമാണ് അല്ലെ? ഇതൊരു ഹാലോ കോമ്പൗണ്ട് ആണ്, ഹാലോ ഗ്രൂപ്പ് വന്നതുകൊണ്ട്. 1 ക്ലോറോ പ്രൊപ്പൈൻ ആണ് ഈ തന്നിരിക്കുന്നത്. ശരിയാണോ? 1 ക്ലോറോ പ്രൊപ്പൈൻ. ഇതിന്റെ പൊസിഷൻ ഐസോമർ എങ്ങനെ എഴുതാം? നമുക്ക് ഇതിന്റെ പൊസിഷൻ ഐസോമർ എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആയോ നോക്കൂ. 2 ക്ലോറോ പ്രൊപ്പൈൻ ആയില്ലേ? പൊസിഷൻ ഐസോമർ 2ാമത്തെ കാർബണിൽ ഞാൻ ഇട്ടു, ഇവിടെ 1ാമത്തേതിലായിരുന്നു. അത്രേ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. 2 ക്ലോറോ പ്രൊപ്പൈൻ ആയിട്ട് മാറിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഐസോമേഴ്സിൽ ചെയിൻ ഐസോമേഴ്സ് പഠിച്ചു, ഫങ്ഷണൽ ഐസോമേഴ്സ് പഠിച്ചു. ഇപ്പൊ ലാസ്റ്റ് പഠിച്ചത് പൊസിഷൻ ഐസോമേഴ്സ് ആണ്. ഇനി ഇതിനകത്ത് കുറെ ആൾക്കാർ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ വിഭാഗത്തിലാണ് ഈ ഐസോമറുകൾ പെടുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. ഐസോമർ ജോഡികൾ ആരൊക്കെയാണ്? ഐസോമർ ജോഡികൾ ആരൊക്കെയെന്ന് മനസ്സിലാക്കാൻ എല്ലാവരുടെയും തന്മാത്രാവാക്യം എഴുതി നോക്കിയാൽ മതി. തന്മാത്രാവാക്യം സെയിം ആണെങ്കിൽ അത് ഐസോമറുകളായിരിക്കും. അങ്ങനെ വരുമ്പോൾ അവന്മാര് തമ്മിൽ ഏത് ഐസോമർസ് ആണ് നിലനിൽക്കുന്നത് എന്നും എന്ത് ചെയ്യുക? നിങ്ങൾ നോക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു
ചാപ്റ്ററിൽ ലാസ്റ്റ് വരുമ്പോൾ IUPAC നാമം എഴുതാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും IUPAC നാമം എഴുതി നോക്കുക സ്വന്തമായിട്ട് തന്നെ. ഇത് പഠിച്ചു കഴിഞ്ഞെങ്കിൽ ഈ 4 പാർട്ടും കണ്ട് നിങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞുവെങ്കിൽ 100% നിങ്ങൾക്ക് ഇതിന്റെ IUPAC നെയിം സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. LP പരീക്ഷയ്ക്ക് ഒരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു ഭാഗമാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. മറ്റു പരീക്ഷകൾക്ക് ചോദിക്കില്ല എന്നല്ല കേട്ടോ. ഇപ്പം സിലബസിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാണ്ട് നമ്മുടെ SCERT എല്ലാ ഭാഗത്തു നിന്നും എല്ലാ പരീക്ഷയ്ക്കും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷേ LPUPക്കാർ എന്തിനാണ് ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സിലബസിൽ എടുത്തു പറയുന്ന ഒരു പോർഷനാണ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പൊ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ചെയ്തു നോക്കുമല്ലോ എല്ലാവരും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആ 10th സ്റ്റാൻഡേർഡിലെ ഈ ഒരു ഭാഗം ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. 4 പാർട്സിലായിട്ടാണ് നമ്മൾ വീഡിയോ ഇട്ടത്. എല്ലാവരും കണ്ട് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.